ഹരി ഓം. ദശക 70 ശ്ലോകം 8. തുംഗശൃംഗമുഖമാശ്വഭിയന്തം സംഗൃഹയ്യരഭസാദഭിയം തം ഭദ്രരൂപമയി ദൈത്യമഭദ്രം മർദ്ദയന്നമദയസുരലോകം. തുംഗശൃംഗമുഖം ആശു അഭിയന്തം. തുംഗശൃംഗമുഖമാശ്വഭിയന്തം. മുഖം ആശു മുഖമാശു. മുഖം ആശു അഭിയന്തം. മുഖമാശ്വഭിയന്തം. മുഖമാശ്വഭിയന്തം. തുംഗശൃംഗമുഖമാശ്വഭിയന്തം. സംഗൃഹയ്യ രഭസാദ് അഭിയം തം. രഭസാദ് അഭിയം. രഭസാദഭിയം. രഭസാദഭിയം. രഭസാദ് അഭിയം. സംഗൃഹയ്യ രഭസാദഭിയം തം. ഭദ്രരൂപം അപി. ഭദ്രരൂപമപി. ദൈത്യം അഭദ്രം. ദൈത്യമഭദ്രം. ഭദ്രരൂപമപി ദൈത്യമഭദ്രം. മർദ്ദയൻ അമദയഃ സുരലോകം. മർദ്ദയൻ അമദയഃ സുരലോകം. മർദ്ദയന്നമദയസുരലോകം. തുംഗശൃംഗമുഖമാശ്വഭിയന്തം സംഗൃഹയ്യ രഭസാദഭിയം തം ഭദ്രരൂപമപി ദൈത്യമഭദ്രം മർദ്ദയന്നമദയസുരലോകം. ശ്ലോകം 8 അന്വയവും അർത്ഥവും. അപ്പോൾ ഇതിൽ ഭഗവാൻ ആ വൃഷരൂപിയായിട്ട് വന്ന അരിഷ്ടാസുരനെ കൊല്ലുകയാണ്. തുംഗശൃംഗമുഖം ആശു അഭിയന്തം. അഭിയം ഭദ്രരൂപം അപി അഭദ്രം. തം ദൈത്യം രഭസാദ സംഗൃഹയ്യ മർദ്ദയൻ ത്വം സുരലോകം അമദയഃ. അപ്പോൾ ആ കാളയായിട്ട് വന്ന അസുരൻ്റെ രൂപമാണ്. തുംഗശൃംഗമുഖം ആശു അഭിയന്തം. തുങ്കം കൊമ്പ്. അപ്പോൾ തുംഗശൃംഗ കൊമ്പിങ്ങനെ ഉയർത്തിപ്പിടിച്ച്, മുഖം ഉയർത്തിപ്പിടിച്ച്. അപ്പോൾ തുംഗശൃംഗമുഖം ആ വലിയ കൊമ്പുള്ള ആ മുഖം, ആ തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആശു അഭിയന്തം വേഗത്തിൽ എതിരിട്ട് വരുന്നവനും. ഭഗവാനെ എതിരിടാൻ വേണ്ടിയിട്ടാണല്ലോ അവൻ്റെ വരവ്. അപ്പോൾ അങ്ങനെ കൊമ്പും തലയും ഒക്കെ ഉയർത്തിപ്പിടിച്ച് വേഗത്തിൽ എതിരിട്ട് വരുന്നവനും. അഭിയം ഭദ്രരൂപം അഭി അഭദ്രം. അഭിയം ഭയമില്ലാത്തവനാണ്. ഭയമില്ലാത്തവനും. ഭദ്രരൂപം. ഭദ്രരൂപം എന്ന് പറഞ്ഞാൽ കാളയുടെ രൂപം. കാളയെ ശ്രേഷ്ഠമായിട്ടാണ് വെച്ചിരിക്കുന്നത്. കാളയെ അതാണ് പറയുന്നത്. ഭദ്രരൂപം കാളയുടെ രൂപമാണെങ്കിൽ പോലും അഭദ്രം, അഭദ്രനുമായ. അപ്പോൾ ഈ ഋഷഭം ആ കാളയുടെ രൂപമാണെങ്കിലും അഭദ്രം, ദുഷ്ടനായിട്ടുള്ള, ഭദ്രനല്ലാത്തവനുമായ തം ദൈത്യം രഭസാദ് സംഗ്രഹയ്യ മർദ്ദയൻ. തം ദൈത്യം, ആ ദൈത്യനെ ബലമായിട്ട് ഭഗവാൻ അങ്ങോട്ട് പിടിച്ച് മർദ്ദിച്ചിട്ട്, അതാണ് തം ദൈത്യം രഭസാദ്, അങ്ങോട്ട് ബലമായി പിടിച്ചിട്ട് സംഗ്രഹയ്യ മർദ്ദയൻ, അങ്ങോട്ട് മർദ്ദിച്ചു. ത്വം സുരലോകം അമദയഃ, നിന്തിരുവടി ആ ദേവന്മാരെ സന്തോഷിപ്പിച്ചു. അപ്പോൾ ആ കൂറ്റൻ കാള, ആ അസുരൻ, അവൻ്റെ ആ ശൃംഗങ്ങൾ, ആ കൊമ്പുകൾ തുങ്കം ആ പൊങ്ങി നിൽക്കുന്നു. അപ്പോൾ അവൻ്റെ തല ഉയർത്തിപ്പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവന് ഭഗവാന്റെ നേരെ ഓടി വരികയാണ്. അവൻ്റെ വായ അത്രയും വലുതാണ്. അപ്പോൾ ഭഗവാൻ ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഭഗവാനെ തിന്നാനായിട്ടാണ് അവൻ്റെ വരവ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അവൻ്റെ ആ മുൻഭാഗത്തെ 2 കാലുകളിൽ അങ്ങോട്ട് വളരെ വേഗത്തിൽ കയറി അങ്ങോട്ട് പിടിച്ചു. എന്നിട്ടോ ദൂരത്തേക്ക് ഒരൊറ്റ ഏറങ്ങെറിഞ്ഞു. അപ്പോൾ അവിടുന്ന് അവൻ വീണ്ടും എഴുന്നേറ്റ് വരികയാണ് ആ വാശിയോട് കൂടിയിട്ട്. അപ്പോൾ ഭഗവാൻ അവനെ മർദ്ദിച്ചു. എങ്ങനെയുള്ളവനെയാണ് മർദ്ദിച്ചത്? ഭദ്രരൂപമായി ദൈത്യമഭദ്രം. ഭദ്രം കാള. കാളകളെ ആ ശ്രേഷ്ഠമായിട്ടാണ് വെച്ചിരിക്കുന്നത്, കണക്ക് കൂട്ടുന്നത്. ഋഷഭം. അപ്പോൾ ആ കാളയുടെ രൂപത്തിലാണെങ്കിലും ഇവൻ അമംഗളകാരിയാണ്, നാശകാരിണിയാണ്. അങ്ങനെയുള്ളവനായ ഈ അസുരനെയാണ് ഭഗവാൻ മർദ്ദിച്ചത്. ആ ഒരൊറ്റ അടിയോടെ അവൻ്റെ ജീവൻ പോയി.
ആ ദേവലോകത്തിലുള്ള ബ്രഹ്മാവടക്കമുള്ളവരെ ഭഗവാൻ സന്തോഷിപ്പിച്ചു. അപ്പോൾ അമദയഹ എന്ന് വെച്ചാൽ സന്തോഷിപ്പിച്ചു. ഓരോ അസുരന്മാരെ കൊല്ലുമ്പോഴും അവർ മരിക്കുമ്പോഴും ആ ദേവലോകത്തിലുള്ളവർക്ക് സന്തോഷമാണ്. കാരണം എന്താ? അത്രയും മാത്രം ഈ അസുരന്മാർ ദേവന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ട്. തുംഗശൃംഗമുഖമാശ്വഭിയന്തം സംഗൃഹയ്യരഭസാദഭിയന്തം ഭദ്രരൂപമപി ദൈത്യമഭദ്രം മർദ്ദയന്നമദയസുരലോകം.